ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കറവയൊക്കെ കഴിഞ്ഞു. പാലെല്ലാം അളന്നൊഴിച്ചിട്ട് വന്നു. ഇന്നിപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇപ്പം നമ്മുടെ ലാസ്റ്റ് പ്രസവിച്ച പശുവാണ്. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. മടിനീര് കുറഞ്ഞിട്ടില്ല, അത്യാവശ്യമുണ്ട്. രാവിലെയും വൈകിട്ടായിട്ട് അറൗണ്ട് 14-14.5 ലിറ്ററോളം നമുക്ക് മഞ്ഞപ്പാലിന് കിട്ടുന്നുണ്ട്. പാൽ ഏകദേശം തെളിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞാൽ പാല് കളറൊക്കെ മാറി ഒന്ന് സെറ്റാവും. എന്നാലും നമ്മളൊരു 7 ദിവസം കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസമൊക്കെയാണ് നമ്മൾ സൊസൈറ്റിക്ക് ഒഴിക്കൽ. എന്നാലും നല്ല തെളിയുള്ളൂ. കാച്ച് നോക്കി പാല് പിരിക്കുന്നൊന്നുമില്ല, നല്ല പാലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഒഴിക്കാൻ തുടങ്ങുക. നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ സാധാരണ ഈ മടിനീരിന് നമ്മൾ നാട്ടുവൈദ്യം കുറേ ചെയ്യാറുണ്ട്. വെളിച്ചെണ്ണ തേച്ച് കൊടുക്കും, പിന്നെ നമ്മൾ ചങ്ങലപ്പരണ്ട തേക്കാറുണ്ട്, അതുപോലെ മഞ്ഞൾ, ചുണ്ണാമ്പ്, ചെറുനാരങ്ങ ഇത് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കും. അങ്ങനെയുള്ള കുറേ നമ്മൾ നാട്ടുവൈദ്യം ചെയ്യാറുണ്ട്. നിങ്ങളിതല്ലാതെ വേറെയും കുറേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മൾ സാധാരണ ഈ നാട്ടുവൈദ്യം ചെയ്യുന്നതിനെക്കാട്ടിയും നാട്ടുവൈദ്യം ചെയ്യാറില്ല എന്നല്ല. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കൂടുതലുള്ള സ്ഥിതിക്ക് അവൾക്ക് നല്ല വേദനയുണ്ട്. നമുക്ക് വെള്ളം അടിക്കുന്ന സമയത്തൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നല്ല പെയിനുണ്ട്. അപ്പോൾ അത്രയും ദിവസം അവളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മാസിലിപ്പാണ് ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് നീര് വലിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവൾക്ക് നോക്കിയതോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പൊക്കിളിൻ്റെ താഴെ തൊട്ട് നല്ല ബാക്കും ഇവിടെയൊക്കെ നല്ല ഉണ്ട് നീര്. ഇതേ കണ്ടോ, നല്ല നീരാണ്. അപ്പോൾ ഇത് 125 ഗ്രാമിൻ്റെയാണ്. 185 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 2 നേരം തേച്ച് കൊടുത്താൽ നന്നായിട്ട് നീര് വലിയും. ഓക്കെ, ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.